ഇനി അടുത്ത പ്രോഗ്രാം നമ്മൾ കാണാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്, കേസ് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുന്നു, ആ ടെക്സ്റ്റിനെ ക്യാപിറ്റൽ ആക്കുന്നു, സ്മോൾ ലെറ്റർ ആക്കുന്നു. അപ്പർ കേസ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ, ലോവർ കേസ് എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റേഴ്സ് ആക്കുന്നതിന്. അപ്പോൾ ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് റൺ ചെയ്യുമ്പം ഇതായിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രൊവൈഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, രണ്ട് ബട്ടൺസ് ഉണ്ട്. ഒരു ബട്ടൺ എന്ന് വെച്ചാൽ അപ്പർ കേസ് ആക്കാൻ, ഒരു ബട്ടൺ ലോവർ കേസ് ആക്കാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് 2 അപ്പർ കേസ് അമർത്തി കഴിഞ്ഞാൽ, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ഈവൻറ്റിലാണ് അത് നടക്കുന്നത്, അമർത്തി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് അപ്പർ കേസിലോട്ട് കൺവേർട്ട് ആവുന്നതായിരിക്കും, ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലോട്ട് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ലോവർ കേസ് എന്ന് പറഞ്ഞ ബട്ടണാണ് അമർത്തുന്നതെങ്കിൽ, ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിനെ ലോവർ കേസ് ആക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ HTML ആയിട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ HTML എഴുതി ഹെഡ് സ്ക്രിപ്റ്റ് നമ്മൾ തിയറി പഠിച്ചപ്പം പറഞ്ഞായിരുന്നു, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാഗ് വേണം ഉപയോഗിക്കാൻ. അതിലാണ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുക. അതിൽ J ക്യാപിറ്റൽ ആയിരിക്കണം, S ക്യാപിറ്റൽ ആയിരിക്കണം. പിന്നെ നമ്മളിവിടെ 2 ഫങ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം അപ്പർ കേസ് ആക്കാനുള്ള ഫങ്ഷനും പിന്നെ ഒരെണ്ണം ലോവർ കേസ് ആക്കാനുള്ള ഫങ്ഷനാണ്. അപ്പോൾ ആ ഫങ്ഷൻ ആയതുകൊണ്ട് ആദ്യമേ നമ്മൾ ആ കീവേഡ് ഉപയോഗിക്കണം, ഫങ്ഷൻ കൺവേർട്ട് ടു അപ്പർ കേസ്. പിന്നെ വേറൊരു ഫങ്ഷനാണ് കൺവേർട്ട് ടു ലോവർ കേസ് എന്ന് പറഞ്ഞ ഫങ്ഷനാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫങ്ഷൻ, അതായത് ഈ കൺവേർട്ട് ടു അപ്പർ കേസും കൺവേർട്ട് ടു ലോവർ കേസ് ഫങ്ഷൻസ് വിളിക്കുന്നത്, കോൾ ചെയ്യുന്നത് നമ്മളുടെ താഴെ ഫോമിലായിരിക്കും. ആ ഫോമിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോമും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഹെഡ് എന്ന് പറഞ്ഞാൽ ആ സെക്ഷൻ്റെ അകത്താണ്. പിന്നെ നമ്മൾ ബോഡിക്കകത്താണ് അതിനെ കോൾ ചെയ്യുന്നത്, ആ ഫങ്ഷനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ബോഡിക്കകത്ത് BG കളർ ഗ്രീൻ കൊടുത്തു, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ H2 അലൈൻ ഇസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് വെച്ചാൽ ആ ഒരു ഇത് കാണുന്നതിനാണ്, അതായത് നമ്മളുടെ ഹെഡിങ് കാണുന്നതിനാണ്. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് കാണിക്കാം. ഈ ഒരു കേസ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിങ് കാണുന്നതിനാണ് അത് നമ്മൾ H2 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോം ഉപയോഗിച്ചിട്ടുണ്ട്, ഫോമിൻ്റെ പേര് മൈ ഫോം എന്നാണ്. പിന്നെ സെൻറ്റർ കൊടുത്തിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന എല്ലാം തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൊവൈഡ് എ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് അങ്ങനെ കൊടുത്താലേ എവിടെ നമുക്ക് ഇങ്ങനെ പ്രൊവൈഡ് എ ടെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്ക് വരത്തുള്ളൂ. പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ ടൈപ്പ് ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റും അതിൻ്റെ പേര്, ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ് TXT ഇൻപുട്ട് എന്ന് പറയുന്നത്. പിന്നെ 2 ബട്ടൺസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു ബട്ടൻ്റെ ഓൺ ക്ലിക്ക്, അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ വിളിക്കുന്നു. അപ്പോൾ ഫങ്ഷൻ ആയതുകൊണ്ടാണ് ഈ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൺവേർട്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞ ഫങ്ഷനാണ് നമ്മളിവിടെ മേലിൽ സ്ക്രിപ്റ്റിൽ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇവിടെ ഫങ്ഷൻ കൺവേർട്ട് ടു അപ്പർ കേസ്. അപ്പോൾ ഇതായിരിക്കും കോൾ ചെയ്യുന്നത് അവിടെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ബട്ടൻ്റെ പേരാണ് 2 അപ്പർ കേസ്. ഇവിടെ വാല്യൂ ഇസ് ഈക്വൽ ടു 2 അപ്പർ കേസ് കൊടുത്തുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 അപ്പർ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണാൻ, ഇവിടെ 2 ലോവർ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ വാല്യൂ അങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ബട്ടണും ഓൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇനി വിളിക്കുക, സെക്കൻഡ് ബട്ടൺ 2 ലോവർ കേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫങ്ഷൻ ആയിരിക്കും വിളിക്കുന്നത്, കൺവേർട്ട് ടു ലോവർ കേസ്. അപ്പം നമ്മൾ ഈ ഓൺ ക്ലിക്കിൽ എഴുതുന്ന ഫങ്ഷൻ്റെ പേര് എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതേ രീതിയിലെ പേര് തന്നെ ആയിരിക്കണം എവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ആണെങ്കിൽ സ്മോൾ, ആ
കറക്റ്റ് സ്പെല്ലിംഗ് അതേപോലെ തന്നെ ആയിരിക്കണം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ താഴെ ഫംഗ്ഷൻ്റെ പേര് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത്രയും വലിയ പേര് കൊടുക്കണമെന്നില്ല. ടു അപ്പർ നോ അങ്ങനെ മാത്രം കൊടുത്താലും മതി. അങ്ങനെ കൺവേർട്ട് ടു അത് വേണ്ട, ടു അപ്പർ കേസ് ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ആക്കുവാണെങ്കിൽ മേളിലും അതേ രീതിയിൽ തന്നെ ആയിരിക്കണം, ടു അപ്പർ കേസ് തന്നെ ആയിരിക്കണം. എങ്കിലേ ഇത് നമ്മളിവിടെ ക്ലിക്കിൽ അത് വർക്ക് ചെയ്തുള്ളൂ. ഇനി നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത് അതാണ് ഫംഗ്ഷനിൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ആ കാണുന്ന ഡോക്യുമെൻറ്റിൽ നമ്മൾ ഈ കാണുന്ന ബോഡീനെയാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ബോഡിയിലെ ഈ ഫോം മൈ ഫോം, ഇതിൻ്റെ പേര്, ഈ ഫോമിൻ്റെ പേര് മൈ ഫോം. ആ മൈ ഫോമിലെ ഈ ടെക്സ്റ്റ് ബോക്സ് അതിൻ്റെ പേര് ടെക്സ്റ്റ് ഇൻപുട്ട് എന്നാണ്. അതിൻ്റെ വാല്യൂ എടുത്തിട്ട് വേണം അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് ടെക്സ്റ്റ് ഇൻപുട്ട് ഡോട്ട് വാല്യൂ. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൽ ഞാൻ പ്രിയ എന്ന് ടൈപ്പ് ചെയ്തില്ലേ, ആ പ്രിയ എവിടെ നമുക്ക് കിട്ടും. ആ പ്രിയ ഈ ഒരു വേരിയബിൾ ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞ വേരിയബിളിൽ കയറുന്നതായിരിക്കും. ഇനി എന്താ ചെയ്യുന്നത് നോക്കിക്കേ, ആ നമ്മളുടെ ഈ വേരിയബിൾ ടെക്സ്റ്റ് ഇൻപുട്ടിനെ ടു അപ്പർ കേസ് എന്ന് പറഞ്ഞ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചപ്പം പഠിച്ചതാണ്. അപ്പം ടെക്സ്റ്റ് ഇൻപുട്ട് ഡോട്ട് ടു അപ്പർ കേസ് വിളിച്ചാൽ മാത്രം, ഇത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ്. ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ സ്മോൾ ലെറ്റേഴ്സിലാണ്. ടി സ്മോൾ ലെറ്റർ ആയിരിക്കണം, യു ക്യാപിറ്റലും സി ക്യാപിറ്റൽ. അത് ഇതുപോലെ തന്നെ കൊടുത്താലേ ഈ ഫംഗ്ഷൻ വർക്ക് ആവത്തുള്ളൂ. എവിടെ നമുക്ക് ഇഷ്ടമുള്ള പേരൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് ഇതേ പേര് തന്നെ ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ തന്നെ ഉപയോഗിച്ചിരിക്കണം. എങ്കിലേ നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഇൻപുട്ട് പ്രിയേനെ അപ്പർ കേസിലോട്ട് മാറ്റും. അപ്പർ കേസിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ ആ അപ്പർ കേസ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ടാമത്തെ വരിയിൽ ഇത് കൊടുത്തിരിക്കുന്നത്. ഡോക്യുമെൻറ്റിലെ മൈ ഫോമിൻ്റെ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം, നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഇൻപുട്ടിനെ അപ്പർ കേസ് ആക്കിയിട്ടുള്ള വാല്യൂ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുക. ഇതേ രീതി തന്നെയാണ് നമ്മളുടെ ഈ കൺവേർട്ട് ടു ലോവർ കേസും. നമ്മൾ ആദ്യമേ നമ്മളുടെ ആ ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂ ഈ ഒരു വേരിയബിളിൽ സ്വീകരിക്കുന്നു. എന്നിട്ട് ആ വേരിയബിളിൻ്റെ വാല്യൂ വച്ചുകൊണ്ട് ടു ലോവർ കേസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ പ്രിയ സ്മോൾ പ്രിയ ആയിട്ട് മാറും. എന്നിട്ട് ആ സ്മോൾ പ്രിയ എവിടെ ഡിസ്പ്ലേയിൽ വരണം, നമ്മളുടെ ടെക്സ്റ്റ് ബോക്സിൽ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഇവിടെ എങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഡോക്യുമെൻറ്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം, ഈ ലോവർ കേസ് ചെയ്ത വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, നമ്മളുടെ ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്കിലായിരിക്കും. ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ഫംഗ്ഷൻ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുക, ടു അപ്പർ കേസ് ഞെക്കുമ്പം ഓൺ ക്ലിക്കിലെഴുതിയ ആ ഫംഗ്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് നമ്മളുടെ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ നമ്മൾ ആ വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്തത്. ആ വേരിയബിൾ ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ വിളിച്ചിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ബട്ടൺ അമർത്തുമ്പം ഈ ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂവിനെ ലോവർ കേസിലോട്ട് ആക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്.